നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായി. പ്രതി ചെന്താമരയെ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ എലവഞ്ചേരിയിലെ സ്ഥാപനത്തിലെത്തിച്ച് പോലീസ് തെളിവുകൾ ശേഖരിച്ചു. തന്റെ വീട് മകൾക്കു നൽകണമെന്ന് തെളിവെടുപ്പിനിടെ പോലീസിനോട് പ്രതിയുടെ അഭ്യർത്ഥന. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം. ജി പ്രിയങ്ക പാലക്കാട് ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. കർണാടക സ്വദേശിനിയായ പ്രിയങ്ക 2017 ബാച്ച് IAS ഉദ്യോഗസ്ഥ. കാർഷിക, വ്യവസായ, വിനോദസഞ്ചാര മേഖലകളിൽ ജില്ലയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവർത്തിക്കുമെന്ന് കളക്ടർ. ആയുർദൈർഘ്യം വർദ്ധിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാകണം പെൻഷൻ പരിഷ്കരണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ കേരള പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ധർണ. പോലീസ് സേനയുടെ അന്തസ്സ് തകർക്കുന്ന നിലപാടുകളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. മാത്തൂരിൽ കളിസ്ഥലത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 5 വർഷം. മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മാണം ഇനിയും പൂർത്തിയായില്ല. പ്രവൃത്തി അനിശ്ചിതമായി നീളുന്നതിൽ പ്രതിഷേധം ശക്തം. വാർത്തകൾ വിശദമായി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. ബുധനാഴ്ച പ്രതി ചെന്താമരയെ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ എലവഞ്ചേരിയിലെ അഗ്രോ എക്യൂപ്പ് എന്ന സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുത്തു. പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി വാങ്ങിയത് എലവഞ്ചേരി അഗ്രോ എക്യൂപ്പ് എന്ന സ്ഥാപനത്തിൽ നിന്നാണെന്ന് പ്രതി മൊഴി നൽകിയിരുന്നു. എന്നാൽ ചെന്താമരയ്ക്ക് കത്തി വിറ്റിട്ടില്ല എന്നായിരുന്നു സ്ഥാപന ഉടമയുടെ പ്രതികരണം. കത്തി വാങ്ങിയതിന് തെളിവുകളുണ്ടെന്ന് ആലത്തൂർ DYSP N മുരളീധരൻ പ്രതികരിച്ചു. ചെന്താമര കാട് വെട്ടാനായി എലവഞ്ചേരിയിലെ മറ്റൊരു കടയിൽ നിന്ന് കത്തി വാങ്ങിയിരുന്നു. ഇവിടെയും തെളിവെടുപ്പ് നടത്തി. എലവഞ്ചേരിയിലെ കടയുടമ ചെന്താമരയെ തിരിച്ചറിഞ്ഞു. മകളെ ഒരുപാട് ഇഷ്ടമാണെന്നും ചെന്താമര പോലീസിന് മൊഴി നൽകി. തൻ്റെ വീട് മകൾക്ക് നൽകണമെന്നും ചെന്താമര പറഞ്ഞു. ഏറെ ഇഷ്ടമുള്ള മകൾക്ക് തൻ്റെ വീട് നൽകാൻ നടപടി വേണമെന്ന് ചെന്താമര പോലീസിനോട് ആവർത്തിച്ചാവശ്യപ്പെട്ടു. ഇന്നലെ മറ്റൊരാളെ കൂടി കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നതായി ചെന്താമര പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. അയൽവാസിയായ പുഷ്പയാണ് തന്റെ കുടുംബം തകരാൻ പ്രധാന കാരണമെന്നും പുഷ്പ രക്ഷപ്പെട്ടെന്നും ചെന്താമര വെളിപ്പെടുത്തുകയുണ്ടായി. ഇതിനു പിന്നാലെയാണ് തന്റെ മകൾക്ക് വീട് നൽകാനുള്ള ആഗ്രഹം ഇന്ന് പോലീസിനോട് ചെന്താമര വെളിപ്പെടുത്തിയത്. ഇന്നലെ കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് നടന്നതെങ്കിൽ ഇന്ന് 30ഓളം പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ തെളിവെടുപ്പുമായി നാട്ടുകാർ പൂർണ്ണമായും സഹകരിച്ചിരുന്നു. ബുധനാഴ്ചയും തെളിവെടുപ്പുമായി നാട്ടുകാർ സഹകരിച്ചു. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. വൈകിട്ട് 3 വരെയാണ് കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള സമയപരിധിയുണ്ടായിരുന്നത്. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജി പ്രിയങ്ക പാലക്കാട് ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. 2017 ബാച്ച് IAS ഉദ്യോഗസ്ഥയായ ജി പ്രിയങ്ക കർണാടക സ്വദേശിനിയാണ്. കാർഷിക, വ്യാവസായിക, വിനോദ സഞ്ചാര മേഖലകളിൽ ജില്ലയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായി കളക്ടർ പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ്, വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ, കോഴിക്കോട് സബ് കളക്ടർ എന്നീ ചുമതലകൾ നേരത്തെ ജി പ്രിയങ്ക വഹിച്ചിട്ടുണ്ട്. 2017 ബാച്ച് IAS ഉദ്യോഗസ്ഥയാണ് കർണാടക സ്വദേശിനിയായ ജി പ്രിയങ്ക. കാർഷിക, വ്യവസായ, വിനോദസഞ്ചാര മേഖലകളിൽ പാലക്കാട് ജില്ലയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായി ചുമതലയേറ്റ ശേഷം ജില്ലാ കളക്ടർ പറഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് പ്രിയാങ്കാണ്. 2017 ബാച്ച് IAS ഓഫീസർ. ഇതിനു മുമ്പ് ഞാൻ കോഴിക്കോടിലെ സബ് കളക്ടറായിരുന്നു. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഡയറക്ടറും പിന്നെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഡയറക്ടറുമായിരുന്നു. എൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രയോറിറ്റി തന്നെയാണ്. മാലിന്യമുക്ത കേരളം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന, പട്ടയം വിതരണം, 1000 റോഡ്സ്, ഇങ്ങനെ ഗവൺമെൻറ്റുള്ള പ്രയോറിറ്റീസ് തന്നെയാണ്. പാലക്കാട് ഒരു കൾച്ചറലി റിച്ച് ഡിസ്ട്രിക്റ്റാണ്. ഇവിടെ കാർഷിക മേഖലയിലും ഇൻഡസ്ട്രിയലും പിന്നെ ടൂറിസമിലും നല്ല ചാൻസുള്ള ഒരു ജില്ലയാണ്. സോ എല്ലാവരുടെ ഒരു കോപ്പറേഷൻ ഉണ്ടാവട്ടെ. ഒരു ടീം വർക്കായിട്ട് മുമ്പോട്ട് പോകാം. പാലക്കാടിൻ്റെ ജനങ്ങളുടെ സേവ ചെയ്യാൻ എല്ലാ താല്പര്യവും എനിക്കുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം പബ്ലിക് മാനേജ്മെന്റിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും ബിരുദാനന്തര ബിരുദവും ജി പ്രിയങ്ക നേടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എരുമപ്പെട്ടി മുല്ലക്കൽ ഭരണിവേലയുടെ പുലർച്ചെ എഴുന്നള്ളിപ്പിനിടെ ആനയിടഞ്ഞു. രാത്രി 1 മണിയോടെയാണ് സംഭവം. വളരെ പെട്ടെന്ന് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടയിൽ ആന പെട്ടെന്ന് തിരിഞ്ഞോടുകയായിരുന്നു.
ആളുകൾ പരിഭ്രാന്തരായി ചിതറിയോടി. ഉടൻ തന്നെ എലഫന്റ് സ്ക്വാഡ് അംഗങ്ങളെത്തി ആനയെ തളച്ചു. പെട്ടെന്ന് തളയ്ക്കാൻ കഴിഞ്ഞതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഇതിനുശേഷം എഴുന്നള്ളിപ്പ് തടസ്സമില്ലാതെ നടന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാത്തൂരിലെ മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിന്റെ പൂർത്തീകരണത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 5 വർഷമായി. സ്റ്റേഡിയം പണി നീളുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. സർക്കാർ ഫണ്ട് വിനിയോഗിച്ച് 1 കോടി രൂപ ചെലവിൽ മാത്തൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രധാന പാതയോരത്തെ മലമ്പുഴ കനാൽ പുറമ്പോക്കിൽ നിർമ്മിക്കുന്ന മൾട്ടിപർപ്പസ് സ്റ്റേഡിയമാണ് 5 വർഷമായിട്ടും പണി പാതി വഴിയിൽ നിൽക്കുന്നത്. ഷട്ടിൽ കോർട്ട്, ബാഡ്മിന്റൺ കോർട്ട്, വോളിബോൾ കോർട്ട് തുടങ്ങി വിവിധ ഇനം കായിക പരിശീലനത്തിന് ഉതകുന്ന തരത്തിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഷാഫി പറമ്പിൽ MLA ആയിരിക്കുമ്പോഴാണ് സ്റ്റേഡിയത്തിന്റെ പണി ആരംഭിച്ചത്. മാത്തൂരിലെ മൾട്ടി പർപ്പസ് സ്റ്റേഡിയവും തണ്ണീരാങ്കാട് GLP സ്കൂൾ കെട്ടിടവും ഒരേ കരാറുകാരനാണ് പണി നടത്തുന്നതെന്നും സ്കൂൾ കെട്ടിടത്തിന്റെ പണി തീരുന്ന മുറയ്ക്ക് സ്റ്റേഡിയത്തിന്റെ പണി പുനരാരംഭിക്കുമെന്ന് മാത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ആയുർദൈർഘ്യം വർദ്ധിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാകണം പെൻഷൻ പരിഷ്കരണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റ് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. പോലീസ് സേനയുടെ അന്തസ്സ് തകർക്കുന്ന നിലപാടുകളാണ് സമീപകാലത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും MLA പറഞ്ഞു. ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഈ മേഖലയെ ആകർഷണീയമാക്കണം. പെൻഷനേഴ്സിന് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമാണ്, പഴയ പോലെയല്ല. ഇപ്പൊ പെൻഷൻ കഴിഞ്ഞിട്ട് സർവീസിനേക്കാൾ വലിയ ജീവിതം ബാക്കിയുള്ള ആളുകളാണ് നമ്മളൊക്കെ, അല്ലേ? ആയുർദൈർഘ്യം വർദ്ധിച്ചു, ശരിയല്ലേ? മുൻപ് നമ്മുടെ ആളുകളുടെ, മനുഷ്യന്മാരുടെ ഒരു ശരാശരി, മലയാളികളുടെ ഒരു ശരാശരി പ്രായം എന്ന് പറഞ്ഞൊരു 55-60 വയസ്സാണെങ്കിൽ ഇപ്പോൾ ഒരു ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 80-90 വയസ്സൊക്കെയാണ്, അല്ലേ? ഞാൻ സർക്കാർ കണക്കുകളല്ല പറയുന്നത്, നമ്മുടെ നാട്ടിൽ കാണുന്ന കണക്കാണ് പറയുന്നത്. അതായത് റിട്ടയർമെന്റിന് ശേഷം ഏതാണ്ട് 30-40 വർഷം കൂടെ ജീവിക്കാം. അപ്പോ റിട്ടയർമെന്റ് ലൈഫിനെ ആകർഷണീയമാക്കാതെ ആരെങ്കിലും പുതുതായിട്ട് കയറി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനകത്തൊക്കെ ഒരു ശാസ്ത്രീയത ഉണ്ടാകണം. എല്ലാ മേഖലയും ഒരേ തുലാസിൽ കൈകാര്യം ചെയ്യാമെന്നുള്ളൊരു വ്യവസ്ഥയിൽ മാറ്റിണ്ടാകണം. പ്രൊഫഷണലിസം വേണം. DA കുടിശ്ശിക അനുവദിക്കുക, 11ാം ശമ്പള കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ്പ് പ്രയോജനകരമാക്കുക, KP ആക്ട് 104A കൃത്യമായി നടപ്പിലാക്കുക, 4ാം ഗ്രേഡ് ആനുകൂല്യം എല്ലാവർക്കും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSPWA പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. സംസ്ഥാന സെക്രട്ടറി VJ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K മണികണ്ഠൻ നായർ, ജില്ലാ സെക്രട്ടറി KV ലാൽ, റിട്ടയർഡ് IPS KM ആന്റണി, K അയ്യപ്പുട്ടി, അഡ്വക്കേറ്റ് ഷാജിമോൻ, T ശാരംഗധരൻ, AK യൂസഫ്, K വിജയൻ, A പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഓട്ടോ കൺസൾട്ടന്റ് വർക്കേഴ്സ് അസോസിയേഷൻ CITU പട്ടാമ്പി ജോയിന്റ് RT ഓഫീസ് ധർണ നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ കൺസൾട്ടന്റുമാർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നത് അവസാനിപ്പിക്കുക, ഓട്ടോ കൺസൾട്ടന്റ്മാരെ ലൈസൻസ് നൽകി അംഗീകരിക്കുക, RTO ഓഫീസുകൾ ഉച്ചയ്ക്ക് 1:15 ശേഷം അടച്ചിടുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള ഓട്ടോ കൺസൾട്ടന്റ് വർക്കേഴ്സ് അസോസിയേഷൻ CITU പട്ടാമ്പി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ജോയിന്റ് RTO ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ഗുണകരമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ. ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന നടപടി ഒരു മോട്ടോർ വാഹന വകുപ്പിലെ ഏതെങ്കിലും ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഉച്ചക്കിറുക്കുണ്ടാക്കി അവര് ഈ തലതിരിഞ്ഞ പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ അതിനാണ് വകുപ്പ് മന്ത്രി ഇടപെടണം, കേരള ക്യാബിനറ്റ് ഇടപെടണം, മുഖ്യമന്ത്രി ഇടപെടണം. ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പരിഷ്കാരത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓട്ടോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോ കൺസൾട്ടന്റ് യൂണിയൻ CITU ആവശ്യപ്പെടുന്നു. സുന്ദർരാജ് അധ്യക്ഷത വഹിച്ചു. RG പിള്ള, TV ഗിരീഷ്, MR ജയശങ്കർ, രാജു, KN കൃഷ്ണകുമാർ, ജോൺസൺ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതി വികസന സെമിനാർ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PR പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ
നദീറ ഇസ്മായിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AR പ്രേമദാസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ പ്രകാശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോമസുന്ദരൻ, പഞ്ചായത്ത് അംഗങ്ങളായ V രമേഷ് കുമാർ, CK വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. മാത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി K ഗോപകുമാർ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി PV അനീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പൂരത്തെ വരവേറ്റ് ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്രം ആഘോഷത്തിന്റെ ഭാഗമായി കൊടിയേറ്റൽ കർമ്മം നടന്നു. ഫെബ്രുവരി 17 പ്രസിദ്ധിയാർജിച്ച കോഴിമാമ്പറമ്പ് പൂരം. ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഇനിയുള്ള 13 ദിവസവും വിഷ്ണുനാഥ പുലവരുടെ നേതൃത്വത്തിൽ പുലർക്കാലം വരെ കൂത്തും വിവിധ സാംസ്കാരിക പരിപാടികളും ക്ഷേത്രാങ്കണത്തിൽ നടക്കും. കൊടിമര ഘോഷയാത്ര ചൊവ്വാഴ്ച വൈകിട്ട് ഭജനപ്പാട്ടിന്റെ അകമ്പടിയോടെ മണ്ണഴിമന തറവാട്ടിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രത്തിലെത്തി. രാത്രി 11 മണിയോടെ ക്ഷേത്രാൽത്തറയിൽ പാക്കനാർ കോപരം കെട്ടിയ ഒരുങ്ങുകയും ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലൂടെ എത്തി കൊടിക്കൂറ ഉയർത്താൻ കൽപ്പിക്കുകയും ചെയ്തു. സമന്വയത്തോടുകൂടി വിഷമയിലായിട്ടൊന്നുമില്ലാതെ ഒന്നിച്ച് നടന്ന് എല്ലാ മക്കളും ഒരുമിച്ച് നമ്മുടെ ആട്ടപ്രയോഗം അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവുക. ബാക്കി വൈരാഗ്യം ഒന്നുമില്ലാതെ ഒത്തൊരുമിച്ച് നടക്കണം. കൂറവലിക്കൽ ചടങ്ങിൽ മണ്ണഴി നാരായണൻ നമ്പൂതിരി, ഗോതദത്തൻ നമ്പൂതിരി, ക്ഷേത്രകോമരം, പൂത്തില്ലത്ത് നാരായണൻ, പുതുശ്ശേരി ദേശം പ്രസിഡന്റ് അച്യുതൻകുട്ടി, സെക്രട്ടറി K വിനിൽ, ക്ഷേത്രകോമരം, പള്ളിക്കൽ ഭാഗത്തുനിന്ന് പുഷ്പരാജൻ, KK മുരളീധരൻ, K ജയപ്രകാശ്, ശബരി, OK രാമൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ ചുടുവാലത്തൂർ ന്യൂ സുമ ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ 39ാം വാർഷികം ആഘോഷിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 4 പതിറ്റാണ്ടോളമായി പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് ഷൊർണൂരിൽ മികവുറ്റ സംഭാവനകൾ നൽകുന്ന സ്ഥാപനമാണ് ന്യൂ സുമ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിലാണ് വിദ്യാലയത്തിന്റെ 39ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ആനന്ദകരമായിട്ട് കൊണ്ടുവരികയാണ്. അടുത്ത വർഷം നമുക്ക് കഴിയുകയാണ് പ്രത്യേകിച്ച് വളരെ ചെറിയ കുട്ടികളെ സ്കൂൾ നിലവാരം കുട്ടികളെയാണ് അത് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ അഭേദ്യ ഭാഗമാക്കുന്നത് നഗരസഭാ മുൻ കൗൺസിലർ VK ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗീത ടീച്ചർ സ്വാഗതം പറഞ്ഞു. ഹെഡ് മിസ്ട്രസ് രമ പ്രേംനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ കൗൺസിലർമാരായ ലേഖ രമേഷ്, K പ്രസാദ്, ഷൊർണൂർ മെർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി VS സുധേഷ്, കൗൺസിലർ KM ലത, PTA പ്രസിഡന്റ് ഗോപിക ബിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സമ്മാനദാനവും നടന്നു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വിവിധ കലാസാംസ്കാരിക പരിപാടികളുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിളത്തൂരിൽ സംഘടനാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് 1 വർഷം നീണ്ടുനിൽക്കുന്ന വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കും. ആദ്യ പരിപാടിയായി ഫെബ്രുവരി 6 ഏകദിന വോളിബോൾ മത്സരം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന നിലയിൽ യാസർ അമീൻ മെമ്മോറിയൽ 1 ഡേ വോളിബോൾ മത്സരമാണ് ആദ്യപടിയായി നടത്താൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന 8 പ്രമുഖ ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. ഫെബ്രുവരി 6 വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് വിളത്തൂർ അൽമിയ ഗ്രൗണ്ടിലാണ് മത്സരം. തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ശ്രീകുമാർ, MA സമദ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിളത്തൂർ മുസ്ലിം യൂത്ത് ലീഗ് മേഖലാ സമ്മേളനം സംഘടിപ്പിക്കും. തീയതികൾ പിന്നീട് നിശ്ചയിക്കും. കൂടാതെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരമുയർത്തുന്നതിനുള്ള പഠന ക്ലാസുകൾ, വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പരിശീലന ക്ലാസുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സൗഹാർദ്ദ സംഗമങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവയും സംഘടനാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് 1 വർഷത്തിനുള്ളിൽ സംഘടിപ്പിക്കുമെന്ന്
യൂത്ത് ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മിഷൻ മിനൽ 2025 എന്നൊരു ക്യാമ്പയിൻ്റെ ക്യാപ്ഷൻ കൊടുത്തൊരു ക്യാമ്പയിൻ 1 വർഷക്കാലമാണ് സംഘടനയുടെ പരിപാടി. അതിൻ്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് നമുക്കിപ്പോൾ വർദ്ധിച്ചു വരുന്ന ലഹരി, നമ്മളെ യുവാക്കളെ വഴിതെറ്റുന്ന ഒരു സംഗതിയാണല്ലോ ലഹരി. ഇതിപ്പോൾ കുടുംബം ഒന്നടങ്കം കൊല്ലപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിക്കൊള്ളുകയാണ്. ഇന്നുപോലും നമ്മൾ വാർത്താ മീഡിയകളിലൊക്കെ കണ്ടു കഴിഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ളൊരു നടപടിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ മിനൽ എന്ന ശീർഷകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യപടിയാണ് അതിൻ്റെ ഒരു വോളിബോൾ മേള. മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളായ PT സിനാൽ, EM തമീം, T സുഹൈൽ, നാസർ പാറക്കൽ, PT നിസാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായി. പ്രതി ചെന്താമരയെ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ എലവഞ്ചേരിയിലെ സ്ഥാപനത്തിലെത്തിച്ച് പോലീസ് തെളിവുകൾ ശേഖരിച്ചു. തന്റെ വീട് മകൾക്കു നൽകണമെന്ന് തെളിവെടുപ്പിനിടെ പോലീസിനോട് പ്രതിയുടെ അഭ്യർത്ഥന. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം. ജി പ്രിയങ്ക പാലക്കാട് ജില്ലാ കലക്ടറായി ചുമതലയേറ്റു. കർണാടക സ്വദേശിനിയായ പ്രിയങ്ക 2017 ബാച്ച് IAS ഉദ്യോഗസ്ഥ. കാർഷിക, വ്യവസായ, വിനോദസഞ്ചാര മേഖലകളിൽ ജില്ലയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവർത്തിക്കുമെന്ന് കലക്ടർ. ആയുർദൈർഘ്യം വർദ്ധിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാകണം പെൻഷൻ പരിഷ്കരണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ കേരള പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ധർണ. പോലീസ് സേനയുടെ അന്തസ്സ് തകർക്കുന്ന നിലപാടുകളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. മാത്തൂരിൽ കളിസ്ഥലത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 5 വർഷം. മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മാണം ഇനിയും പൂർത്തിയായില്ല. പ്രവൃത്തി അനിശ്ചിതമായി നീളുന്നതിൽ പ്രതിഷേധം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.